ഹായ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഡ്യൂറേഷൻ്റെ ലിമിറ്റ് കാരണം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഫിലോസഫിയുടെ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. ഇത് നിങ്ങൾ നോക്ക്, ജസ്റ്റ് വേണ്ട ചെറിയ പോയിന്റ്സ് ഒക്കെ ഇല്ലേ, BEd സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചോദിച്ചു നോക്കിക്കോളൂ കേട്ടോ. അതായത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരോടൊക്കെ പോയിട്ട് ചോദിച്ചു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് സൈക്കോളജിയുടെ ഒരു ബണ്ടിലല്ല, ഒരു ചെറിയ ഇതിലിങ്ങനെ 2 ക്ലിപ്പായിട്ട് സംഭവങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയതാണ്. അതായത് ഇത് ഇങ്ങനെ നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നന്നായിട്ട് എന്താ പറയുക, നമ്മളെ മെമ്മറി, അതായത് റിമെമ്പറിങ് എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാനിതിൽ ഇപ്പോൾ ഞങ്ങൾക്ക് യൂണിറ്റ് 4 ഒരു കാര്യം ഞങ്ങൾക്ക് സൈക്കോളജിയിൽ പഠിക്കാനുണ്ടായിരുന്നു. അതിൽ വന്നിട്ട് ഇങ്ങനെ റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ്, അതായത് നമുക്കിങ്ങനെ കോണ്ടന്റ് എടുത്ത് നോക്കിയാൽ അത് റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ മെമ്മറി കോൺസെപ്റ്റ് ഡെഫിനിഷൻ, ടൈപ്സ് ഓഫ് മെമ്മറി, സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് മെമ്മറി, ഫോർഗെറ്റിംഗ് കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ, കോസസ് ഓഫ് ഫോർഗെറ്റിംഗ്, കർവ് ഓഫ് ഫോർഗെറ്റിംഗ്, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഞാൻ കേട്ടറ്റിൻ്റെ അല്ല, ഇപ്പോൾ BEdൻ്റെ പറയുകയാണെങ്കിൽ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്തില്ലേ, മെയിനായിട്ട് സൈക്കോളജിയിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ്, അതായത് എല്ലാ പോയിന്റ്സും എഴുതി കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ടാവും. അത് നമ്മൾ എക്സാം എഴുതുമ്പോൾ, അതായത് സെമസ്റ്റർ എക്സാം എഴുതുന്ന സമയത്ത് ചെയ്യുക കേട്ടോ. പിന്നെ കേട്ടറ്റിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല, അതെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ടീച്ചേഴ്സിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നോക്കുക. ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതെല്ലാം നോക്കുക. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാട്ടോ, അതായത് ഞങ്ങളുടെ ടീച്ചർ നല്ല അടിപൊളിയായിട്ട് എടുത്തുന്നൊരു ടോപ്പിക്കാണ് മെമ്മറി എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതിപ്പോൾ റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിങ്ങിൻ്റെ ഉള്ളിലാണ് മെമ്മറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നത്. ഇതിൽ മെമ്മറി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് എ പവർ ഓഫ് എ പേഴ്സൺ ടു സ്റ്റോർ എക്സ്പീരിയൻസ് ഇൻ ഹിസ് മൈൻഡ് ആൻഡ് റീപ്രൊഡ്യൂസ് ദം, പ്രോസസ് ഓഫ് മെമ്മറി എൻകോഡിങ്, സ്റ്റോറേജ്, റിട്രീവൽ. അതായത് ഒരു മെമ്മറിയിൽ 3 പ്രോസസ്സാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് എൻകോഡിങ്ങും, പിന്നെ രണ്ടാമത്തത് സ്റ്റോറേജും, മൂന്നാമത്തത് റിട്രീവലുമാണ്. അപ്പം മെമ്മറി പറയുന്നത് എന്താണ്? പവർ ഓഫ് എ പേഴ്സൺ ടു സ്റ്റോർ എക്സ്പീരിയൻസ് ഇൻ ദി മൈൻഡ് ആൻഡ് റീപ്രൊഡ്യൂസ്. അതായത് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് എൻകോഡ് ചെയ്ത് അതൊരു റിട്രീവൽ വരികയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മെമ്മറി എന്ന് പറയുക. ഇനി ഡെഫിനിഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ വുഡ്സ്വർത്തിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതിൽ വന്നിട്ട് മെമ്മറി കൺസിസ്റ്റന്റ് റിമെമ്പറിങ് വാട്ട് ഹാസ് പ്രീവിയസ്ലി ബീൻ ലേൺഡ്. അതായത് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് എന്താണോ പഠിച്ചത്, അതായത് ഇപ്പം നമ്മൾ ഒരുപാട് വർഷം മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യം, ഇപ്പം നമുക്ക് ABCD ഒക്കെ എങ്ങനെ ഇത്രയും ഓർമ്മ നിൽക്കുന്നത്, അതായത് അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും സ്റ്റോറീസ്, എന്തെങ്കിലും പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ ഓർമ്മ നിൽക്കുന്നത്, അത് നമ്മൾ പണ്ട് എപ്പോഴോ പഠിച്ചത് നമുക്ക് ടീച്ചേഴ്സ് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ എന്ത് ചെയ്യാണ്? ഓൾറെഡി സ്റ്റോർ ആവുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഈ മെമ്മറി എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതായത് നമ്മുടെ മൈൻഡിലോട്ട് മെമ്മറി എന്ന് പറയുന്നത് നിൽക്കുന്നത്. ഇനി മെമ്മറിക്ക് 2 ടൈപ്സ് ഉണ്ട് കേട്ടോ. അതായത് ഒന്ന് വന്നിട്ട് 2 ടൈപ്സ് അല്ല, കുറേ ടൈപ്സ് ഉണ്ട്. അതിലൊരു 5 എണ്ണം പറയാം കേട്ടോ. ആദ്യം വന്നിട്ട് സെൻസറി മെമ്മറി, പിന്നെ സെക്കൻഡ് വന്നിട്ട് ഷോർട്ട് ടേം മെമ്മറി, തേർഡ് വന്നിട്ട് ലോങ് ടേം മെമ്മറി, പിന്നെ ഡിക്ലറേറ്ററി മെമ്മറി, പ്രൊസീജറൽ മെമ്മറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് സെൻസറി മെമ്മറി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എബിലിറ്റി ടു റീറ്റെയിൻ ഇംപ്രഷൻസ് ഓഫ് സെൻസറി. അതായത് സെൻസസ്, നമുക്ക് ഈ ചുറ്റുമുള്ള സെൻസസ്, ഇപ്പം ഞാനിവിടെ ഇരിക്കുകയാണ്, ഇവിടെ ചുറ്റും മരങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ഇതൊക്കെ എനിക്ക് ഇതിന്റെ സൗണ്ട്സും വിഷ്വൽസും ഒക്കെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഇത് സെൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത്, അതായത് ഇപ്പോൾ റീറ്റെയിൻ ഇംപ്രഷൻസ് ഓഫ് സെൻസറി ഇൻഫർമേഷൻ ആഫ്റ്റർ ദി ഒറിജിനൽ സ്റ്റിമുലൈ ഹാസ് എൻഡഡ്. അതായത് ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റിമുലൈ അവസാനിക്കുന്നവരെയും നമ്മൾ ഈ ഇൻഫർമേഷൻ നമ്മുടെ സെൻസസിലൂടെ എന്ത് ചെയ്യാണ്? കളക്ട് ചെയ്യാണ്. ലെസ് ദാൻ എ സെക്കൻഡ്, അതായത് നമ്മുടെ മൈൻഡിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ലെസ് ദാൻ എ സെക്കൻഡ് ആണ്. ഐക്കോണിക് മെമ്മറിയാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് എക്കോയിക് മെമ്മറി എന്നും അതിന് പറയുന്നുണ്ട്. അതായത് സെൻസറി മെമ്മറിയുടെ ഡിവിഷൻസ് ആണ് ഐക്കോണിക് മെമ്മറി, എക്കോയിക് മെമ്മറി, ഹാപ്റ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്. ഇറ്റ് ഹോൾഡ്സ് ദി ഇൻഫർമേഷൻ വി ആർ കറന്റ്ലി അവെയർ ഓഫ് തിങ്കിങ് അബൌട്ട്. അതായത് ഷോർട്ട് ടേം മെമ്മറി പറയുന്നത് എന്താണ്? നമ്മൾ ഒരു കാര്യം, അതായത് നമുക്ക് ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു ഇൻഫർമേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അതായത് നമ്മുടെ മെമ്മറിയിൽ എന്താണ്? അത് കുറച്ച് ദിവസത്തേക്ക് അത് സ്റ്റോറായി നിൽക്കുകയുള്ളൂ. അത് 20 to 30 സെക്കൻഡ്സിലാണ് നിൽക്കുക. അതുപോലെ തന്നെ ആക്റ്റീവ് മെമ്മറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇറ്റ്സ് കപ്പാസിറ്റി ഈസ് ലിമിറ്റഡ്. അതായത് ആക്റ്റീവ് മെമ്മറിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു കാര്യം വന്നിട്ട്, നമ്മളിപ്പോൾ ഫോൺ നമ്പർ എത്ര പേരുടെ നമുക്ക് കാണാതെ അറിയാം?
ഈവൻ നമുക്ക് നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ എനിക്ക് പറയുന്നത് കാണാതെ അറിയുന്ന ആകെ ഒരേ ഒരു നമ്പർ പറയുന്നത് എൻ്റെ അമ്മയുടെ നമ്പറാണ്. ബാക്കി ആരുടെയും നമ്പർ എനിക്കറിയില്ല. അത് ജസ്റ്റ് ഒരു നമ്മൾ ആ കോണ്ടാക്ട് എടുത്തിട്ട് അതിന് നോക്കിയിട്ട് ഇതാണോ അപ്പൊ പേരും ഫീഡ് ചെയ്യുമ്പോഴാണ് നമുക്കത് മാത്രം അറിയുള്ളൂ അല്ലെ. അപ്പൊ ഈ ഒരു നമ്പർ അതായത് ഫോൺ നമ്പർ നമുക്ക് എല്ലാവരുടെയും കോൺഷ്യസ് ആയിട്ട്, അതായത് പൊതുവെ എല്ലാ മനുഷ്യർക്കും ഇന്ന് സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഫോൺ നമ്പർ എന്ന് പറയുന്നത് എന്താ, പെട്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൈൻഡിൽ ഫീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഇത് ഷോർട്ട് ടേം മെമ്മറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മുടെ ലോങ് ടേം മെമ്മറിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ വന്നിട്ട് ഇറ്റ് ഹാസ് എബിലിറ്റി ടു റീറ്റെയിൻ ഇൻഫർമേഷൻ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് നമുക്ക് ഒരുപാട് സമയം എന്താണ് മെമ്മറി റീറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റി ടു റീറ്റെയിൻ ഇൻഫർമേഷൻ ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരുപാട് സമയത്തോളം നമുക്ക് ഈ മെമ്മറി നമ്മൾ ലോങ് ടേം എന്ന് പറയുമ്പോൾ ആ ടേമിൽ തന്നെയുണ്ട്, വേർഡിൽ തന്നെയുണ്ട്. അതായത് എന്താ, നമുക്ക് ലോങ് ആയിട്ട് അത് മൈൻഡിൽ വെക്കാൻ പറ്റുന്നു. ഇറ്റ്സ് കപ്പാസിറ്റി ഈസ് ഇമ്മെഷറബിളി ലാർജ്. അതായത് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇമ്മെഷറബിളി ലാർജ് ആണ്. പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ഇതിൽ പ്രീ കോൺഷ്യസും പറയുന്നുണ്ട്, അൺകോൺഷ്യസും പറയുന്നുണ്ട് കേട്ടോ. ക്യാമറ ഒന്ന് കറക്റ്റ് പിടിക്കട്ടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഡിക്ലറേറ്റീവ് മെമ്മറി ആണ്. അതിൽ വന്നിട്ട് റീകോൾ ഓഫ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. ഫാക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫാക്ട്സിനെയാണ് നമ്മൾ ഫാക്ച്വൽ എന്ന് പറയാം. റീകോൾ ഓഫ് ഫാക്ച്വൽ ഇൻഫർമേഷൻ 2 ടൈപ്സ്. അതായത് ഇതിൽ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് വന്നിട്ട് സെമാൻറ്റിക്കും പിന്നെ അതുപോലെ തന്നെ എപ്പിസോഡിക്കും ആണ്. പിന്നെ ഇതിൽ വന്നിട്ട് പ്രൊസീജറൽ മെമ്മറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അതിൽ വന്നിട്ട് റീകോളിംഗ് ഓഫ് ഹൗ ടു ഡു തിങ്സ്. അതായത് കാര്യങ്ങൾ എങ്ങനെ നമ്മൾ റീകോൾ ചെയ്യുന്നു, അതൊരു മെമ്മറിയുടെ, അതായത് പ്രൊസീജറൽ മെമ്മറിയിൽ പറയുന്ന കാര്യം നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും റീകോൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ, ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. ഹെൽപ്പേഴ്സ് ടു ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. അതായത് നമ്മളിപ്പോൾ ഡെയിലി ചെയ്യുന്ന ഒരു, ഇപ്പൊ ഞാൻ ഹാബിറ്റിനെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കാറില്ല. ഇപ്പൊ അതായത് ഇപ്പൊ ഞാൻ രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, പിന്നെ നമ്മളെല്ലാം കുളിക്കുന്നു, പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു, ചായ വെക്കുന്നു, അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ്, ക്ലീനിങ് ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതെന്താണ്, ഇംപ്ലിസിറ്റ് മെമ്മറി ആയിട്ട് നിൽക്കും കേട്ടോ നമ്മുടെ മൈൻഡിൽ. ഈ മൾട്ടി സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറിയാണ് വരുന്നത്. അത് വന്നിട്ട് ഈ മൾട്ടി സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി കൊണ്ടുവന്നത് ആരാണ്, റിച്ചാർഡ് ആറ്റ്കിൻസണും റിച്ചാർഡ് ഷിഫ്രിനും ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ മോഡൽ. അതായത് മൾട്ടി സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി പറയുന്നത് ഒരു സ്ട്രക്ചറൽ മോഡലാണ്. ഹ്യൂമൻ മെമ്മറിക്ക് 3 സെപ്പറേറ്റ് കോമ്പണൻസ് ഉണ്ട് കേട്ടോ. സെൻസറി രജിസ്റ്റർ, ഷോർട്ട് ടേം സ്റ്റോർ, ലോങ് ടേം സ്റ്റോർ. അതായത് ഒരു മനുഷ്യന്റെ മെമ്മറിയിൽ 3 സെപ്പറേറ്റ് കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സെൻസറി രജിസ്റ്റർ, രണ്ടാമത്തത് ഷോർട്ട് ടേം സ്റ്റോർ, പിന്നെ ലോങ് ടേം സ്റ്റോർ എന്നാണ്. പിന്നെ ഫസ്റ്റ് ഇൻപുട്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് സെൻസറി മെമ്മറി. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിലെ ഫ്രാക്ഷനിലാണ് ഈ സെൻസറി മെമ്മറി വരുന്നത്. അത് എന്ത് ചെയ്യുന്നു, ഒരു അറ്റൻഷൻ എടുത്ത് ഒരു ഡയഗ്രാം ഉണ്ട് കേട്ടോ. അത് നമ്മൾ സൈക്കോളജി പഠിക്കുന്ന മീൻസ് ഈ BEd സ്റ്റുഡൻസിന് അത് ഞങ്ങൾക്ക് ഇത് ടീച്ചർ ഒരു ഡയഗ്രാം ഒക്കെ ബോർഡിൽ എഴുതി തന്നിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അറ്റൻഷൻ, റിഹേഴ്സൽ, ഷോർട്ട് ടേം മെമ്മറി, ലെസ് ദാൻ 1 മിനിറ്റ്, പിന്നെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്, ഫോർഗോട്ടൻ അൺപ്രോസസ്ഡ് ഇൻഫർമേഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ അതിൽ പറയുന്നത്. പിന്നെ ഇത് നമ്മൾ ഒരു സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് മെമ്മറി, അതായത് മെമ്മറി ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അതായത് അതിനൊരു 7 പോയിന്റ്സ് പറയുന്നുണ്ട്. ഇന്റൻസീവ് അറ്റൻഷൻ, റിഹേഴ്സൽ, ഓവർ ലേണിംഗ്, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസ്, മീനിങ്ഫുൾ ലേണിംഗ്, പ്രോപ്പർ ഓർഗനൈസേഷൻ, നിമോണിക്സ്. വാട്ട് ഈസ് ഫോർഗെറ്റിംഗ്? ഇനി നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താ, ഫോർഗെറ്റിംഗ് ആയിരുന്നു. ഇനി നമുക്ക് എന്താണ് മെമ്മറി ആയിരുന്നു. നമ്മൾ ഇനി എന്താണ് ഫോർഗെറ്റിംഗ് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ വന്നിട്ട് ലോസ് ഓഫ് മെമ്മറി, ദി ഇനബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു റിട്രീവ് ഇൻഫർമേഷൻ ഈ സ്റ്റോർഡ് ഇൻ ഹിസ് മൈൻഡ്. അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ അത് എങ്ങനെ ഇന്നേബിൾ ആവുന്നു. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഒരാൾ എന്നോട് എന്തെങ്കിലും പറയണം, ഞാൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല, അത് മറന്നു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ഒരു ഡെഫിനിഷൻ മണ്ണ് പറഞ്ഞൊരാളുണ്ട് 1967 ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് ലോസ് ടെമ്പററി ഓർ പെർമനന്റ് ഓഫ് ദി എബിലിറ്റി ടു റീകോൾ സംതിങ് ലേൺഡ് ഏർലിയർ. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ +2 കൊമേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ എല്ലാ കാര്യം ഇപ്പം എൻ്റെ അടുത്ത് ഏതെങ്കിലും ഒന്ന് എടുത്ത് പറയാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രീം വേറെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിങ്ങനെ കിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി ആ ബുക്ക് എടുത്ത് റിവൈൻഡ് ചെയ്താൽ ചിലപ്പോൾ അത് ഒന്നുകൂടി റീകോൾ ആണ് ആവുന്നത്. അപ്പോൾ അത് ഫോർഗെറ്റിംഗ് ആവുന്നത് എന്തുകൊണ്ടായിരിക്കും? ഡെഫിനറ്റ്ലി നമ്മളത് മറക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ആൻഡ് കോസസ് ഓഫ് ഫോർഗെറ്റിംഗ്. അപ്പോൾ ഫോർഗെറ്റിങ്ങിന്റെ കോസസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ.
ഇൻഎഫക്റ്റീവ് എൻകോഡിങ് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്റർഫിയറൻസ് ഉണ്ട്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇമോഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, റിട്രീവൽ ഫെയിലിയർ ഉണ്ട്, മോട്ടിവേറ്റഡ് ഫോർഗറ്റിംഗ് ഉണ്ട്, അംനേഷ്യ ഉണ്ട്. അംനേഷ്യ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പൂർണ്ണമായൊരു മറവിയിലേക്ക് പോകുന്ന അവസ്ഥയാണ്. പിന്നെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഫോർഗറ്റിംഗ് ഉണ്ട്. ഇനി ഇതൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഇനി കർവ് ഓഫ് ഫോർഗറ്റിംഗ്, ഹെർമൻ എബിൻഗോസ്, അതായത് ഇതിലൊരു ഇയാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ കുറച്ചിങ്ങനെ പേഴ്സൻറ്റേജ്, അതായത് മെറ്റീരിയൽസ് റിമെമ്പേർഡ് ആൻഡ് മെറ്റീരിയൽ ഫോർഗട്ടൺ, ഒരു ഡിവിഷൻസ് ആണ് കേട്ടോ ചെയ്യുന്നത്. അതായത് നമ്മൾ 20 മിനിറ്റിന് ശേഷം എത്ര ഓർത്ത് വെക്കുന്നു, 2 ദിവസത്തിന് ശേഷം 15 ദിവസം 31 ദിവസം എത്ര ശതമാനം വെച്ച് ഓർക്കുന്നു എന്നുള്ള ഒരു ഡിവിഷൻ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എബിൻഗോസിന്റെ ഫോർഗറ്റിംഗ് കർവിൽ പറയുന്ന ഒരു കാര്യമാണ് ഹൗ മച്ച് ഓഫ് സംതിങ് ഡു വി ഫോർഗറ്റ് ഈച്ച് ഡേ, അതായത് ഒരു ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മറന്ന് പോകുന്നതാണ് പറയുന്നത്. ഒന്ന് വന്നിട്ട് വെരി ക്യുക്ക് ലോസ്, അതായത് ക്യുക്കായിട്ടുള്ളൊരു ലോസ് ഉണ്ടാവുന്നു. പിന്നെ അതുപോലെ തന്നെ 20 മിനിറ്റ് 58% ലെഫ്റ്റ് ആവണം, അതായത് 1 hour 44% ലെഫ്റ്റ്, ഓൾറെഡി ഹാഫ് എ ഗെയിം. അതായത് ഇത് ഓരോ ദിവസത്തിൽ ഇതൊരു മറ്റേ നമ്മൾ ഈ മാത്സിൽ ഒരു സംഭവം ചെയ്യൂലേ, ഇങ്ങനെ ആക്സസ് ആണ്, ഇങ്ങനെ ഒരു വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സംഭവം, അതാണ് കേട്ടോ ഇതിൽ പറയുന്നത്.